വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റിൽ പലഹാരം തപ്പി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടാലോ. അപ്പോൾ ആദ്യം അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓപ്ഷണലാണ് കേട്ടോ, അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണേ. അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈത്തപ്പഴമാണ്. ഒരു 6 ഈത്തപ്പഴം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം ചേർക്കുമ്പോൾ എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർക്കാം, നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, എക്സ്ട്രാ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി ചെറിയൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, അതിലേക്ക് 2 നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇതിന് പകരം മുട്ടയിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് ബ്രെഡ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് നന്നായിട്ട് വേറൊരു ബ്രെഡിൻ്റെ പീസസും എടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 10 ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മൈദ ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. 5 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഷാലോ ഫ്രീ ആണ് ചെയ്യുന്നത്. ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം അതിൻ്റെ സൈഡ് പോർഷനൊക്കെ ഇതുപോലെ റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഈ ഒരു കളറാവുമ്പോൾ പാനിൽ നിന്ന് എടുക്കാം. വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ ഇറക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.